ഇപ്പോൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് നിങ്ങളുടെ ഫോണിലായിരിക്കുമല്ലോ. ഇത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയാണ് നോക്കിയിരുന്നത്? ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം നിങ്ങൾ എവിടേക്കാണ് നോക്കാൻ പോകുന്നത്? നമ്മിൽ പലരുടെയും ഉത്തരം ഈ ഫോണിൻ്റെ സ്ക്രീനിൽ തന്നെ എന്നായിരിക്കും. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സ്ക്രീനിൽ ഒരു വ്യക്തി നോക്കിയിരിക്കുന്ന ശരാശരി സമയം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഒരാൾ ശരാശരി ഒരു ദിവസം 7 മണിക്കൂർ 24 മിനിറ്റ് ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുമെന്ന് കണക്കുകൾ കാണിക്കുന്നു. ഇതൊരാളുടെ ശരാശരി ഒരു ദിവസത്തെ ജോലി സമയത്തോളം തന്നെ ഉണ്ട് എന്നത് നമ്മെ ശരിക്കും ആകുലപ്പെടുത്തേണ്ടതാണ്. ഇലക്ട്രോണിക് സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഇലക്ട്രോണിക് സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന കൂടുതൽ സമയവും ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ലെങ്കിലും നമുക്ക് ഒരു അപകടവും ഉണ്ടാകാൻ പോകുന്നില്ല. പല ചെറിയ വീഡിയോകളും പലരും നമുക്ക് അയച്ചു തരും. അതിൽ പലതും തെറ്റായ സന്ദേശങ്ങളും വ്യാജമായ ഉപദേശങ്ങളുമാണ് നൽകുന്നത്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവ ഒരിക്കലും കേൾക്കാതിരിക്കുന്നതാണ്. എങ്കിലും നമ്മളത് കാണുന്നു. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെറുതെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ പലതും വ്യാജമായവയാണ്. ഇനി ശരിയായ കാര്യമാണെങ്കിൽ പോലും അത് നമുക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ല. എങ്കിലും പുതിയ കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനുമുള്ള നമ്മുടെ താല്പര്യം നമ്മെ ഇലക്ട്രോണിക് സ്ക്രീനിൻ്റെ അടിമകളാക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു പങ്ക് സമയവും വെറുതെ കളയാൻ ഇടയാക്കും. ഉപകാരപ്രദമായി ഉപയോഗിക്കേണ്ട സമയമാണ് നമ്മൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത്. ഇതിനെന്താണ് ഒരു പോംവഴി? ഇതൊരു ആധുനിക പ്രശ്നമായതുകൊണ്ട് ഇതിൻ്റെ പരിഹാരവും ആധുനിക കാലത്ത് കണ്ടുപിടിച്ച എന്തെങ്കിലും ആയിരിക്കുമെന്ന് നമ്മൾ കരുതും. പക്ഷേ അത് ശരിയല്ല. ചില ലളിതമായ കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ ഇത്തരം ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ നിന്നും രക്ഷ നേടാം. അത്തരം ഒരു ഉപദേശം 119 സങ്കീർത്തനത്തിൻ്റെ 37 വാക്യത്തിൽ കാണാം. അതൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്: വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്നെ സഹായിക്കണം. നമ്മൾ ഇലക്ട്രോണിക് സ്ക്രീനിൽ കാണുന്ന പല കാര്യങ്ങളും വ്യാജമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് അവയിൽ പലതും. ശരിക്കും അവ നടന്ന കാര്യങ്ങളല്ല. അത്തരം വ്യാജമായ കാര്യങ്ങളെ നോക്കി സമയം കളയാതിരിക്കാൻ ദൈവം നമുക്ക് വിവേകം തരണം. നമ്മുടെ കണ്ണുകളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ദൈവം തന്നെ നമ്മെ സഹായിക്കണം. ഇങ്ങനെ വ്യാജമായ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് മരണവഴികളിൽ ആയിത്തീരും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. ഈ പ്രാർത്ഥന നമുക്കും വളരെ അത്യാവശ്യമാണ്. വ്യാജമായ കാര്യങ്ങൾ കണ്ട് നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തിരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.